അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യ സഭയ്ക്ക് എഴുതിയതായ രണ്ടാമത്തെ ലേഖനത്തിൽ നിന്നാണ് ഇന്ന് പകൽക്കാലം നമ്മൾ വായിച്ചത്. കൊരിന്ത്യ സഭയെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ ആ സഭയിൽ അനേകവിധമാകുന്ന പ്രശ്നങ്ങൾ നിറഞ്ഞിരുന്നതായ ഒരു സഭയാണ്. ആ സഭയിൽ ഉണ്ടായിരുന്നതായ ആ പ്രശ്നങ്ങളൊക്കെ 1 കൊരിന്ത്യ ലേഖനത്തിൽ നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. ദൈവശാസ്ത്രപരമായും പല കുഴപ്പങ്ങൾ ഉണ്ടായിരുന്ന ഒരു സഭയാണ് കൊരിന്ത്യ സഭ. പല ദുരുപദേശക്കാർ ആ സഭയിൽ കടന്നു വരികയും ദൈവവചനത്തിന് നിരക്കാത്തതായ ഉപദേശങ്ങൾ അവരെ പഠിപ്പിക്കുകയും അങ്ങനെ സഭയിൽ തന്നെ പിളർപ്പുണ്ടാകുകയും സഭയുടെ ഐക്യത നഷ്ടപ്പെടുകയും സുവിശേഷത്തിൽ നിന്ന് തന്നെ അവർ അകന്നു പോവുകയും ചെയ്യുന്ന ഒരനുഭവം ആ സഭയിലുണ്ടായിരുന്നു. 2 കൊരിന്ത്യ ലേഖനത്തിൽ തന്നെ അതിൻ്റെ 2-ാം അധ്യായത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ പൗലോസ് പറയുന്നതിൻ്റെ 17-ാം വാക്യത്തിൽ, ഞങ്ങൾ ദൈവവചനത്തിൽ കൂട്ടുചേർക്കുന്ന അനേകരെ പോലെയല്ല, നിർമ്മലതയോടും ദൈവത്തിൻ്റെ കൽപ്പനയാലും ദൈവസന്നിധിയിൽ ക്രിസ്തുവിൽ സംസാരിക്കുന്നു. അതായത് ദൈവവചനത്തിൽ കൂട്ടുചേർക്കുന്നവർ അല്ലെങ്കിൽ ദൈവവചനത്തെ തെറ്റായിട്ട് വ്യാഖ്യാനിക്കുന്നവർ പലരും ആ സഭയിലുണ്ടായിരുന്നു. 11-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ എന്നാൽ സർപ്പം, അതിൻ്റെ 3-ാമത്തെ വാക്യത്തിൽ, എന്നാൽ സർപ്പം ഹവ്വായെ ഉപായത്താൽ ചതിച്ചതുപോലെ നിങ്ങളുടെ മനസ്സ് ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് വഷളായി പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. ഒരുത്തൻ വന്ന് ഞങ്ങൾ പ്രസംഗിക്കാത്ത മറ്റൊരു യേശുവിനെ പ്രസംഗിക്കുകയോ നിങ്ങൾക്ക് ലഭിക്കാത്ത വേറൊരു ആത്മാവെങ്കിലും നിങ്ങൾ കൈക്കൊള്ളാത്ത വേറൊരു സുവിശേഷമെങ്കിലും ലഭിക്കുകയോ ചെയ്യുമ്പോൾ നിങ്ങൾ പൊറുക്കുന്നത് ആശ്ചര്യം. കൊരിന്ത്യ സഭയോട് പൗലോസ് പറയുന്നത് അവിടെ വേറൊരു യേശുവിനെ പ്രസംഗിക്കുന്നവരുണ്ടായിരുന്നു, വേറൊരു ആത്മാവിനെ പകരുന്നവരുണ്ടായിരുന്നു ആ സഭയിൽ. ഇങ്ങനെയുള്ള അനുഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നിട്ടും ആ സഭ അവരെ എല്ലാം പൊറുക്കുന്നവരായിരുന്നു. എന്ന് പറഞ്ഞാൽ അതിനെല്ലാം ആമേൻ പറയുകയും ഹല്ലേലൂയ പറയുകയും സ്തോത്രം പറയുകയും ചെയ്യുന്നവരായിരുന്നു. എന്ന് പറഞ്ഞാൽ വഞ്ചിക്കപ്പെട്ട ഒരു സഭയായിരുന്നു. 1 കൊരിന്ത്യർ 4-ാം അധ്യായത്തിൻ്റെ 10-ാം വാക്യത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ പൗലോസ് അവിടെ പറയുന്നുണ്ട്, നിങ്ങൾ വലിയ സമ്പന്നന്മാരായിപ്പോയി, നിങ്ങൾ വളരെ മിടുക്കന്മാരായിപ്പോയി, നിങ്ങൾ വാഴുന്നവരായിപ്പോയി, രാജാക്കന്മാരായിപ്പോയി. എന്നാൽ ഞങ്ങളെ സംബന്ധിച്ചോ ഞങ്ങൾ ഈ ലോകത്തിൽ ഒന്നുമില്ലാത്തവർ. ആ ഭാഗം ഒന്ന് വായിക്കാം, 4-ാം അധ്യായം. അവർ വിവേകികളാണ്. നിങ്ങൾ അവർ ബലവാന്മാരാണ്, മഹത്തുക്കളാണ് അവര്. അപ്പോൾ കൊരിന്ത്യ സഭയിൽ പലരും ഒരു വിധത്തിൽ പറഞ്ഞാൽ യേശുക്രിസ്തുവിന്റെ ക്രൂശിനെ ത്യജിച്ച് കളയുന്നവരായിരുന്നു. യേശുക്രിസ്തുവിൽ കൂടെ ലഭിക്കാനുള്ളതെല്ലാം ലഭിച്ചു കഴിഞ്ഞു, ഞങ്ങൾ എല്ലാറ്റിലും പൂർണ്ണരായി, ഞങ്ങൾക്ക് ഇനി കഷ്ടതകളില്ല, ബലഹീനതകളില്ല, രോഗങ്ങളില്ല. കഷ്ടതയും പ്രയാസമൊക്കെ ഉണ്ടെങ്കിൽ ഒരു നെഗറ്റീവ് ക്വാളിറ്റി ആയിട്ടാണ് അവർ കണ്ടിരുന്നത്. ആയതുകൊണ്ട് പൗലോസിനെ പോലും അവർ ത്യജിച്ച് കളഞ്ഞിരുന്നു.
കാരണം പുള്ളിക്ക് ഒത്തിരി കഷ്ടങ്ങളും പ്രയാസങ്ങളും ഒക്കെ ഉള്ള ആളായി. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ ഇങ്ങനെ അനേക പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നതായ ആ സഭയ്ക്ക് അപ്പോസ്തലനായ പൗലോസ് ഈ രണ്ടാമത്തെ ലേഖനം എഴുതുമ്പോൾ സത്യത്തിൽ താൻ തൻ്റെ ഹൃദയം മുഴുവനും തുറന്ന് അവർക്ക് എഴുതുകയായിരുന്നു. യഥാർത്ഥത്തിൽ ക്രിസ്തീയ ശുശ്രൂഷ എന്താണ്? പുതിയ നിയമം എന്താണ് നമ്മളെ പഠിപ്പിക്കുന്നത്? എങ്ങനെയാണ് വിജയകരമായ ഒരു ക്രിസ്തീയ ജീവിതം ചെയ്യുന്നത്? എങ്ങനെയാണ് വഞ്ചിക്കപ്പെടാതിരിക്കുന്നത്? എങ്ങനെയാണ് നമുക്ക് ദൈവരാജ്യത്തിൽ ചെന്നെത്തുവാൻ സാധിക്കുന്നത് എന്നൊക്കെയുള്ള മാർമികമാകുന്ന വിഷയങ്ങളാണ് അപ്പോസ്തലനായ പൗലോസ് 2 കൊരിന്ത്യർ ലേഖനത്തിൽ എഴുതിയിരിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. ഇന്ന് നമ്മൾ ജീവിച്ചിരിക്കുന്നതായ ഈ കാലഘട്ടത്തിൽ പൈശാചികമാകുന്ന പ്രവൃത്തികൾ ധാരാളം കൊണ്ടിരിക്കുന്ന കാലയളവിലാണ്, പ്രത്യേകിച്ചും ദൈവസഭകളെ സംബന്ധിച്ചിടത്തോളം. തെറ്റായ ദുരുപദേശങ്ങൾ, പ്രോസ്പെരിറ്റി ഗോസ്പൽ അല്ലെങ്കിൽ സമൃദ്ധിയുടെ സുവിശേഷം, എല്ലാം തികഞ്ഞു, എല്ലാം വന്നു കഴിഞ്ഞു, രോഗങ്ങൾ പാടില്ല, ദാരിദ്ര്യം പാടില്ല, മാത്രമല്ല എല്ലാ രോഗങ്ങളെയും സൗഖ്യമാക്കാനും അത്ഭുതങ്ങൾ ചെയ്യാനും ഉള്ളതായ ആത്മാക്കളും ധാരാളമുണ്ട്. ആഫ്രിക്കയിലാണ് ഇതിൻ്റെയൊക്കെ കേന്ദ്രമെന്നാണ് പറയുന്നത്. ആഫ്രിക്കയിൽ മാന്ത്രിക ശക്തിയൊക്കെ പ്രാപിച്ച് അത്ഭുതങ്ങൾ ചെയ്യുന്ന ഒത്തിരി മിഷണറിമാരെന്ന് പേരുള്ള കുറേ ആൾക്കാരുണ്ട്. മിഷണറിമാരെന്ന പേര്. ഒത്തിരി അത്ഭുതങ്ങളാണ്. ഊതി വീഴ്ത്തുകയും തള്ളി വീഴ്ത്തുകയും ഭാവി പറയുകയും ഭൂതകാലം പറയുകയും. ഇതൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ തെറ്റിദ്ധരിക്കുക, ഇതെല്ലാം ദൈവികമാണെന്ന് തെറ്റിദ്ധരിക്കുക. നമ്മൾ മനസ്സിലാക്കേണ്ടത് അന്യമതങ്ങളിലും ഇതെല്ലാം ചെയ്യുന്നവരുണ്ട് എന്നുള്ളതാണ്. ദൈവത്തിന് സ്തോത്രം. ഞാൻ ഈ പ്രവചനത്തിനോ അത്ഭുത പ്രവൃത്തികൾക്കോ വെളിപ്പാടിനോ ഒന്നും എതിരുള്ള ആളല്ല. പക്ഷെ അതെല്ലാമാണ് എന്ന് നമ്മൾ വിശ്വസിക്കരുത്. എല്ലാം നല്ലതാണ്, പക്ഷെ എല്ലാത്തിനെയും ശോധന ചെയ്യണമെന്നാണ് ദൈവവചനം പറയുന്നത്. അല്ലാതെ എവിടെയെങ്കിലും എന്തെങ്കിലുമൊക്കെ കേൾക്കുമ്പം ദൂതാണെന്നും പറഞ്ഞ് കമന്ന് വീഴാൻ പാടില്ല നമ്മൾ. ദൈവത്തിൻ്റെ സ്തോത്രം. ഞാനിന്ന് സംസാരിപ്പാൻ ആഗ്രഹിക്കുന്നത് കാൽവറി ക്രൂശിനെ കുറിച്ചാണ്. ദൈവത്തിൻ്റെ സ്തോത്രം. കാൽവറി ക്രൂശിലാണ് സത്യത്തിൽ ദൈവത്തിൻ്റെ ശക്തി വെളിപ്പെട്ടിരിക്കുന്നത്. പഴയ നിയമത്തിൽ ദൈവത്തിൻ്റെ ശക്തി വെളിപ്പെട്ടിട്ടുണ്ട്, അത്ഭുതങ്ങൾ ചെയ്തിട്ടുണ്ട്, ഒത്തിരി അത്ഭുതങ്ങൾ ചെയ്തിട്ടുണ്ട്. ശത്രുവിനെ നിഗ്രഹിച്ചിട്ടുണ്ട്, ശത്രുവിൻ്റെ മേൽ ജയമെടുത്തിട്ടുണ്ട്. എന്നാൽ യേശുക്രിസ്തുവിൻ്റെ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ശക്തി പൂർണ്ണമായി വെളിപ്പെട്ടത് കാൽവറി ക്രൂശിലാണ്. പഴയ നിയമത്തിൽ നമ്മൾ കാണുന്ന ശക്തിയല്ല, അതിൻ്റെ ഒരു നിഴൽ മാത്രമേ ഉള്ളൂ. എന്തുകൊണ്ടാണ് കാൽവറി ക്രൂശിലാണ് ദൈവത്തിൻ്റെ ശക്തി പൂർണ്ണമായത് എന്ന് ചോദിച്ചാൽ, ദൈവത്തിൻ്റെ സകല ശത്രുക്കളെയും ദൈവം കീഴ്പ്പെടുത്തിയത് യേശുക്രിസ്തുവിൻ്റെ മരണത്താലായിരുന്നു. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൻ്റെ സകല ശത്രുക്കളെയും ദൈവം കീഴ്പ്പെടുത്തിയത്, മരണത്തെ കീഴ്പ്പെടുത്തി, പിശാചിനെ കീഴ്പ്പെടുത്തി, രോഗത്തെ കീഴ്പ്പെടുത്തി, പാപത്തിന് പരിഹാരമുണ്ടാക്കി, ദൈവത്തിൻ്റെ രാജ്യവും സ്ഥാപിച്ചു എന്ന് തന്നെ പറയാം. സ്തോത്രം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് സഭയിലേക്ക് വരുവാനുള്ളതായ വഴിയുണ്ടായി.
ദൈവിക പ്രവൃത്തികൾ ദൈവത്തിൻ്റെ സഭയിൽ നടക്കുവാനുള്ളതായ സാധ്യതകൾ വെളിപ്പെട്ടു. ദൈവമക്കൾക്ക് ദൈവരാജ്യം ഇപ്പോൾ തന്നെ അനുഭവിപ്പാനുള്ള സാധ്യതകൾ വെളിപ്പെട്ടു. ദൈവമായിട്ട് ബന്ധപ്പെടുവാനുള്ള സാധ്യതകൾ വെളിപ്പെട്ടു. ഏത് നേരത്തും നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി ദൈവസന്നിധിയിലേക്ക് ധൈര്യത്തോടെ ചെല്ലുവാനുള്ളതായ സാധ്യത കാൽവറി ക്രൂശിൽ വെളിപ്പെട്ടു. ദൈവത്തിന് സ്തോത്രം. കാൽവറി ക്രൂശിലാണ് ദൈവത്തിൻ്റെ ശക്തി വെളിപ്പെടുന്നത്. അത് ഇന്നും അങ്ങനെ തന്നെ. ഈ കാലത്തിലും ദൈവത്തിൻ്റെ ശക്തി വെളിപ്പെടുന്നത് കാൽവറി ക്രൂശിൽ കൂടെ. യേശു ക്രിസ്തു പറഞ്ഞു, ഒരുവൻ എന്നെ അനുഗമിപ്പാൻ ഇച്ഛിച്ചാൽ അവൻ തന്നെത്താൻ ത്യജിച്ച് തൻ്റെ ക്രൂശ് എടുത്തുകൊണ്ട് എന്നെ അനുഗമിക്കണം. കാൽവറി ക്രൂശിൻ്റെ ജീവിതമാണ് ദൈവം നമുക്ക് നൽകിയിരിക്കുന്നത്. കുരിശില്ലാത്ത ജീവിതം ക്രിസ്തീയ ജീവിതമല്ല. സഫറിങ് ഇല്ലാത്ത ജീവിതം, പരിശോധനയില്ലാത്ത ജീവിതം, സമ്പത്ത് മാത്രമുള്ള ജീവിതം, അത് ക്രിസ്തീയ ജീവിതമല്ല. ക്രിസ്തീയ ജീവിതമാണെങ്കിൽ അത് കുരിശ് ചുമക്കുന്നവനാണ് യഥാർത്ഥത്തിൽ ക്രിസ്ത്യാനി എന്ന് പറയുന്നത്. കുരിശില്ലാത്തവൻ ക്രിസ്ത്യാനിയല്ല. കുരിശില്ലാത്തടത്ത് ദൈവശക്തിയില്ല. കുരിശില്ലാത്തടത്ത് പരിശുദ്ധാത്മാവില്ല. കുരിശില്ലാത്തടത്ത് മാനസാന്തരവുമില്ല, രൂപാന്തരവുമില്ല. ദൈവത്തിന് സ്തോത്രം. എന്താണ് പൗലോസ് പറയുന്നത്? പൗലോസ് തൻ്റെ ജീവിതത്തിൽ ഒരു കുരിശുണ്ടായിരുന്നു. അതൊന്ന് മാറിക്കിട്ടാനായിട്ട് 3 പ്രാവശ്യം ദൈവത്തോട് പ്രാർത്ഥിച്ചു. ദൈവം പറഞ്ഞു, അത് ഞാൻ മാറ്റത്തില്ലെന്ന് പറഞ്ഞു. ദൈവത്തിന് ശക്തിയില്ലാഞ്ഞിട്ടല്ല, കഴിവില്ലാഞ്ഞിട്ടല്ല. ദൈവത്തിന് പൗലോസിൽ കൂടെ തൻ്റെ ദൗത്യം പൂർത്തീകരിക്കണമെങ്കിൽ അവൻ ക്രൂശ് ചുമന്നെങ്കിലേ സാധ്യമാകുകയുള്ളൂ. എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിലെല്ലാം ഓരോ കുരിശുകളുണ്ട്. അത് ദൈവം അറിഞ്ഞു തന്നിരിക്കുക. അത് എത്ര പ്രാർത്ഥിച്ചാലും മാറുന്ന കുരിശല്ല. കുരിശൊഴിയാനുള്ള പ്രാർത്ഥന ദൈവം കേൾക്കുമായിരുന്നെങ്കിൽ ഒന്നാമത് പൗലോസിന്റെ കേൾക്കുമായിരുന്നു. ദൈവത്തിന് സ്തോത്രം. പൗലോസിനോട് ദൈവം പറഞ്ഞു അത് മാറ്റത്തില്ലെന്ന് പറഞ്ഞു. കുരിശിന്റെ പാതയിൽ കൂടാണ് അപ്പോസ്തലനായ പൗലോസ് ജീവിച്ചത്. പൗലോസ് മാത്രമല്ല, യേശുക്രിസ്തുവിൻ്റെ അപ്പോസ്തലന്മാരെല്ലാവരും കുരിശിന്റെ പാതയാണ് ജീവിച്ചത്. ആദിമ സഭ കുരിശിന്റെ പാതയിലാണ് ജീവിച്ചത്. ഈ ലോകത്ത് ധാരാളം കഷ്ടങ്ങളും പീഡനങ്ങളും അവർക്കുണ്ടായിരുന്നു. ദൈവമക്കളായ നമ്മൾ മനസ്സിലാക്കേണ്ടതായ ഒരു സത്യമുണ്ട്. ഈ ലോകത്തിലെ സമൃദ്ധിയും ഈ ലോകത്തിൻ്റെ അനുഗ്രഹങ്ങളും, അല്ലെങ്കിൽ ഈ സമൃദ്ധിയുടെ സുവിശേഷക്കാർ പ്രസംഗിക്കുന്നത് പോലെയുള്ള കാര്യങ്ങൾ പഴയ നിയമത്തിൻ്റെ ഉപദേശമാണ്. പഴയ നിയമത്തിൻ്റെ ഉപദേശമാണ്. ആവർത്തന പുസ്തകം 28-ാം അധ്യായം വായിച്ചാൽ നമുക്കത് മനസ്സിലാകും. ദൈവം അനേക അനുഗ്രഹങ്ങളാണ് കൽപ്പിക്കുന്നത്. കാരണം പഴയ നിയമത്തിൽ ദൈവം വാഗ്ദത്തം ചെയ്തത് ഒരു ഭൗമിക കനാനായിരുന്നു. ഈ ലോക രാജ്യമായിരുന്നു. ഈ ലോകത്തോട് ബന്ധപ്പെട്ട അനുഗ്രഹങ്ങളായിരുന്നു. ആയതുകൊണ്ട് ഭൗമികമായ അനുഗ്രഹങ്ങൾ, ശത്രുക്കളിൽ നിന്നുള്ളതായ വിടുതൽ, സാമ്പത്തിക അനുഗ്രഹങ്ങൾ, ഇതെല്ലാം പഴയ നിയമകാലത്ത് ദൈവം അവരോട് ചെയ്ത ഉടമ്പടിയുടെ ഭാഗമായിട്ടാണ് വാഗ്ദാനം ചെയ്തിരുന്നത്. അവരതിന് അർഹരായിരുന്നു. നാം മനസ്സിലാക്കേണ്ടത് പുതിയ നിയമത്തിൽ
അങ്ങനെ ഒരു വാഗ്ദാനം ദൈവം കൊടുത്തിട്ടില്ല. കാരണം പുതിയ നിയമത്തിൽ ദൈവം കൊടുത്തിരിക്കുന്നതായ വാഗ്ദാനം സ്വർഗീയ യെരൂശലേമാണ്. ദൈവത്തിൻ്റെ ആത്മീക ദൈവരാജ്യമാണ് ദൈവം കൊടുത്തിരിക്കുന്നത്. അത് ഭക്ഷണവും പാനീയവും അല്ല എന്ന് പറഞ്ഞാൽ ഈ ലോകത്തിൻ്റെ അനുഗ്രഹങ്ങളൊന്നും അല്ലാതെ. അത് പരിശുദ്ധാത്മാവിലെ സന്തോഷമാണെന്ന് പറഞ്ഞാൽ അത് ആത്മീകമാകുന്ന അനുഗ്രഹങ്ങളാ. അതാണ് എഫേസ്യ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നത്. നിങ്ങളെ സ്വർഗത്തിലെ സകല ആത്മീക അനുഗ്രഹങ്ങളാലും ദൈവം നിങ്ങളെ അനുഗ്രഹിച്ചിരിക്കുന്നു. ഏറ്റവും ശ്രേഷ്ഠമായ അനുഗ്രഹമാണ് ദൈവം നമുക്ക് തന്നിരിക്കുന്നത്. അത് ഈ ലോകത്തിൽ ഒതുങ്ങുന്ന അനുഗ്രഹമല്ല. ഈ ലോകത്തിലെ അനുഗ്രഹങ്ങളെല്ലാം തീരുന്ന ഒരു സമയമുണ്ട്. ഈ ലോകത്തിലെ അനുഗ്രഹങ്ങൾ എല്ലാ കാലവും ആരും നിൽക്കുന്നില്ല. കുറേ നാളൊക്കെ അനുഭവിക്കും, പിന്നെ അനുഭവിക്കും, പിന്നെ അതിൻ്റെ ബാക്കി അനുഭവിച്ചോളും. എന്നാൽ സ്വർഗീയ അനുഗ്രഹം എന്ന് പറയുന്നത് നിലനിൽക്കുന്ന അനുഗ്രഹമാണ്. നിങ്ങൾ വേദപുസ്തകം മൊത്തം വായിച്ചു നോക്ക്. ഏത് ഭൗമിക അനുഗ്രഹമാണ് ദൈവം പുതിയ നിയമത്തിൽ തന്നിട്ടില്ല. എന്നാൽ തന്നിട്ടുണ്ട്. എന്താ തന്നിരിക്കുന്നതെന്നറിയാമോ? നമുക്ക് ആവശ്യമുള്ളതെല്ലാം ദൈവം തരും. അത് ദൈവം നമ്മുടെ പിതാവായതുകൊണ്ടാണ്, നാം അവൻ്റെ മക്കളായതുകൊണ്ടാണ്. അത് പുതിയ നിയമത്തിൻ്റെ കണ്ടീഷനല്ല. അത് ദൈവം നമ്മുടെ പിതാവായതുകൊണ്ട് ഒരു പിതാവിന് ഉണ്ടാകുന്ന എല്ലാ കരുണയും സ്നേഹവും ദൈവത്തിന് നമ്മളോടുണ്ട്. അതോടുകൂടെ കഷ്ടതയുണ്ട് നമുക്ക്. കാരണം ഇതില്ലെങ്കിൽ അവിടെ എത്തത്തില്ല. നമ്മുടെ പിതാവ് ഒരു നല്ല പിതാവായതുകൊണ്ട് കുരിശ് നമ്മിൽ നിന്ന് മാറ്റിയിട്ടില്ല. യേശു ക്രിസ്തുവാണ് ഏറ്റവും നല്ല മാതൃകയായിട്ട് ബൈബിള് നമ്മളെ പഠിപ്പിക്കുന്നത്. ഞാൻ നിങ്ങൾക്കൊരു മാതൃക വെച്ചേച്ചു പോയിരിക്കുന്നു എന്നാണ് യേശു ക്രിസ്തു പറഞ്ഞ്. അങ്ങനെയാണെങ്കിൽ ആ മാതൃക നമ്മൾ പിൻപറ്റുമ്പോൾ അവൻ്റെ കുരിശെടുത്ത് മാറ്റിയിട്ട് അവനെ പിൻപറ്റാൻ നോക്കരുത്. നമ്മുടെ ദൈവം മഹാസമ്പന്നനാ. സ്വർഗത്തിലെ സകല അനുഗ്രഹങ്ങളാലും നമ്മളെ അനുഗ്രഹിപ്പാൻ വിശ്വസ്തനാ. ദൈവം ഭൗമികമായ ഒരാളെ അനുഗ്രഹിക്കുന്നില്ല എന്ന് ഞാൻ പറയത്തില്ല. ദൈവം അനുഗ്രഹിക്കും. നമ്മുടെ ആവശ്യങ്ങൾ അനുസരിച്ച് ദൈവം അനുഗ്രഹിക്കും നമ്മളെ. പക്ഷേ അത് നമ്മുടെ പരമലക്ഷ്യമല്ല. പുതിയ നിയമത്തിൽ നമ്മുടെ പരമലക്ഷ്യം എന്ന് പറയുന്നത് അക്കരെ നാടാണ്. ഈ അക്കരെ നാട്ടിൽ നമ്മൾ ചേരരുത് എന്ന് വാശി പിടിക്കുന്ന അന്ധകാരത്തിൻ്റെ ശക്തികളാ നമ്മളെ ദുരുപദേശങ്ങളാൽ നമ്മളെ നശിപ്പിക്കുന്നത്. നമ്മുടെ കണ്ണ് അടഞ്ഞു പോകരുത്, സത്യങ്ങൾക്ക് അടഞ്ഞു പോകരുത്, ദൈവവചനത്തിൽ നമ്മുടെ കണ്ണുകൾ അടഞ്ഞു പോകരുത്. ആയതുകൊണ്ട് പുതിയ നിയമത്തിൽ നമ്മൾ കടന്നു വരുമ്പോൾ ഒരു ക്രിസ്ത്യാനി ക്രൂശീകൃതമായ ഒരു ലൈഫ്, ഒരു ജീവിതം നയിക്കണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ക്രൂശീകൃതമായ ഒരു ജീവിതം, കഷ്ടതയുള്ളതായ ഒരു ജീവിതം. പൗലോസിനോട് ദൈവം തന്നെ പറഞ്ഞത്, അവൻ എന്നോട് എൻ്റെ കൃപ നിനക്ക് മതി, എൻ്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരുന്നു. എൻ്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരുന്നു. ദൈവം പറയുക. ഈ ബലഹീനത എന്ന് പറയുന്നത് നമ്മുടെ പാപമല്ല കേട്ടോ. അങ്ങനെ തെറ്റിദ്ധരിക്കുന്നവരുണ്ട്. നമ്മുടെ പാപങ്ങളും കുറവുകളും അതിനെക്കുറിച്ചല്ല ഇവിടെ ദൈവം പറയുന്നത്. ഒരു യഥാർത്ഥമായി ക്രിസ്തീയ ജീവിതം യേശു ക്രിസ്തുവിൻ്റെ കുരിശ് വന്നുകൊണ്ട് യഥാർത്ഥമായ ഒരു ക്രിസ്തീയ ജീവിതം നയിക്കാനായിട്ട് ആരംഭിക്കുമ്പോൾ, ചിന്തിക്കുമ്പോൾ അവൻ്റെ ജീവിതത്തിൽ അനേക കഷ്ടതകൾ വരാറുണ്ട്. ശാരീരിക ക്ലേശങ്ങൾ വരാറുണ്ട്. പൗലോസിനെ അതല്ലായിരുന്നോ? തനിക്ക് കണ്ണ് കാണാൻ വയ്യാന്ന് എന്താണെന്ന് വ്യക്തമല്ല ബൈബിളിൽ. ഏതോ ശാരീരിക ക്ലേശങ്ങളാണ്. ഇങ്ങനെയുള്ള പല ക്ലേശങ്ങളും നമുക്കുണ്ടാകും. അത് ശാരീരികമായിരിക്കും, മാനസികമായിരിക്കും, അത് മറ്റുള്ളവരിൽ നിന്നായിരിക്കും, സഭയിൽ നിന്നായിരിക്കും, സമൂഹത്തിൽ നിന്നായിരിക്കും, എവിടെ നിന്നും ആകാം. അപ്പോൾ
എന്താണ് ഇവിടെ പറയുന്നത്? എൻ്റെ ശക്തി. ആരുടെ ശക്തി? കാൽവറി ക്രൂശിൽ വെളിപ്പെട്ടതായ ദൈവത്തിന്റെ ശക്തി. ഞാൻ പറഞ്ഞ കാൽവറി ക്രൂശിലെ ദൈവശക്തി വെളിപ്പെടുമെന്ന്. ആ ക്രൂശ് എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ഉണ്ടെങ്കിലേ ആ ശക്തി ഇന്നും വെളിപ്പെടും. വെളിപ്പെടുമെന്ന് മാത്രമല്ല, ദൈവം പറഞ്ഞിങ്ങനെ എന്തുവാ? എൻ്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരുന്നു എന്ന, പെർഫെക്റ്റ് ആകുന്നെന്ന. എന്ന് പറഞ്ഞാൽ ശക്തിയുടെ പൂർണ്ണ പ്രദർശനം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. എന്തുകൊണ്ട് ഉണ്ടാകുന്നില്ല? കഷ്ടതയോടുള്ള നമ്മുടെ മനോഭാവം ശരിയല്ലാത്തതുകൊണ്ടാണ്. നമ്മളൊക്കെ കഷ്ടതയും പ്രയാസവും പ്രതികൂലമൊക്കെ വരുമ്പോൾ പിറുപിറുക്കുന്നവരാ. അവിടെ ശക്തി വെളിപ്പെടാൻ പാടാ. സ്തോത്രം, സ്തോത്രം. പൗലോസ് പറയുന്നത് എന്താ? എടാ, സംഗതി ഇങ്ങനെയൊക്കെ ആണെങ്കിൽ ഞാൻ കഷ്ടതയിൽ ഇരിപ്പാൻ ആഗ്രഹിക്കുന്നു എന്നാ പൗലോസ് പറയുന്നേ. ഞാൻ ആക്രമിക്കപ്പെടുവാൻ ആഗ്രഹിക്കുന്നു, ഞാൻ പട്ടിണിയിൽ ഇരിപ്പാൻ ആഗ്രഹിക്കുന്നു, ഞാൻ ഇല്ലായ്മയിൽ ജീവിക്കാൻ ഞാൻ തൃപ്തിപ്പെടുന്നു. ആ മനോഭാവം ഒന്ന് നോക്കിക്കേ. പോസിറ്റീവാ. എന്ന് പറഞ്ഞാൽ ക്രിസ്തീയ ജീവിതത്തിൽ പ്രതികൂലങ്ങൾ വരുമ്പോൾ നാം ദൈവസന്നിധിയിൽ നിന്ന് അകന്നു പോകുന്നവരായിട്ടല്ല, ദൈവസന്നിധിയിലേക്ക് അടുക്കുവാനുള്ളതായ ഒരു പ്രേരക ശക്തിയായിട്ടാണ് ഈ പ്രതികൂലങ്ങൾ എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ആയിത്തീരേണ്ടത്. കാരണം ദൈവം എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ പ്രവർത്തിക്കുന്നത്, എന്നെയും നിങ്ങളെയും ദൈവം രൂപാന്തരപ്പെടുത്തുന്നത്, ദൈവരാജ്യത്തിന് നമ്മളെ യോഗ്യന്മാരാക്കുന്നത് എപ്പോഴാ? കുരിശ് ചുമക്കാൻ വില്ലിങ് ആകുമ്പോഴാ. കഷ്ടത നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ, ദൈവത്തോട് നമ്മൾ അടുക്കുമ്പോഴാണ് ദൈവം നമ്മൾ പ്രവർത്തിക്കുന്നത്. ദൈവത്തെ പിറുപിറുക്കുന്നത്, ദൈവത്തോട് പിറുപിറുക്കുന്നത് കൊണ്ടോ, വിശ്വാസികളെ പഴിക്കുന്നത് കൊണ്ടോ, സഭക്കാരെയോ നാട്ടുകാരെയോ ആക്ഷേപിക്കുന്നത് കൊണ്ടോ ദൈവം പ്രവർത്തിക്കത്തില്ല. നമ്മുടെ ജീവിതത്തിൽ രൂപാന്തരം ഉണ്ടാകത്തില്ല. ദൈവത്തിന്റെ ശക്തി നമ്മിൽ വെളിപ്പെടുകയില്ല. അപ്പോൾ ദൈവം അറിയാതല്ല നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ലഭിച്ചിരിക്കുന്നതായ ക്ലേശങ്ങൾ, ശാരീരികമാകാം, മാനസികമാകാം, മനുഷ്യരിൽ നിന്നാകാം. ഇതൊക്കെ ദൈവം അറിഞ്ഞുകൊണ്ടുമാണ്, അനുവദിച്ചത് കൊണ്ടുമാണ്. ദൈവം അനുവദിക്കാതെ ഒന്നും നമുക്ക് സംഭവിക്കാനൊക്കെയല്ല ദൈവമക്കൾക്ക്. അത് നമ്മൾ അറിഞ്ഞിരിക്കണം. കാരണം ദൈവമാണ് സകലത്തെയും നിയന്ത്രിക്കുന്നത്. അവൻ സകലത്തെയും ഭരിക്കുന്നവനാണ്. അവൻ വിശ്വാസികളെയും അവിശ്വാസികളെയും നിയന്ത്രിക്കുന്നവനാണ്. സകല മൃഗജാലങ്ങളെയും നിയന്ത്രിക്കുന്നവനാണ് നമ്മുടെ ദൈവം. അവൻ അറിയാതെ ഒരു കരിയില പോലും ഈ ലോകത്ത് അനങ്ങുവാനായി സാധ്യമല്ല. നമ്മൾ വായിക്കുന്നുണ്ട് ഈ പക്ഷികളെ കുറിച്ചും പറവകളെ കുറിച്ചും ഒക്കെ സുവിശേഷങ്ങളിൽ എഴുതിയിരിക്കുന്നു. ഞാൻ അറിയാതെ നിങ്ങളുടെ തലയിൽ നിന്നൊരു രോമം പോലും എന്ത് ചെയ്യത്തില്ല, ഒഴിഞ്ഞു പോകുകയില്ല. ഇപ്പോൾ ദൈവം അനുവദിക്കാതെ അല്ല. ദൈവം അനുവദിക്കാതെയല്ല എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ശോധനകൾ വരുന്നത്, പ്രയാസങ്ങൾ വരുന്നത്. ഇതെല്ലാം ദൈവം അറിഞ്ഞുകൊണ്ടാണ്. ദൈവം അറിഞ്ഞുകൊണ്ടാണ് നമ്മളുടെ പ്രശ്നങ്ങളെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് നാം ദൈവത്തോട് അടുക്കുക വേണ്ടിയത്. തൽക്കാലം നമ്മൾ കേട്ടതുപോലെ നമ്മുടെ കുറവുകൾ, നമ്മുടെ കുറ്റങ്ങൾ, നമ്മളുടെ ആകായ്മകൾ, നമ്മൾ രൂപാന്തരം പ്രാപിക്കേണ്ടതായ നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗങ്ങൾ, ഇവയെല്ലാം ക്രമീകരിക്കാനുള്ള നല്ല അവസരങ്ങളായത്. നല്ല അവസരങ്ങളെ നമ്മൾ പാഴാക്കരുത്. നമ്മുടെ ജീവിതത്തിൽ വരുന്ന പ്രതികൂലത്തിൻ്റെ അവസ്ഥകളിൽ നാം ദൈവത്തോട് കൂടുതൽ അടുക്കണം, ദൈവത്തോട് പ്രാർത്ഥിക്കണം, നമ്മുടെ കുറവുകളെ കാണണം, നമ്മുടെ കുറവുകളെ ദൈവത്തോട് ഏറ്റുപറയണം. ദൈവസന്നിധിയിൽ നാം രൂപാന്തരപ്പെട്ടവരായി തീരണം. അതാണ് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്.
അപ്പോൾ ബലഹീനതയിലാണ് ദൈവത്തിന്റെ ശക്തി തികഞ്ഞു വരുന്നത്. അതുകൊണ്ട് പൗലോസ് അങ്ങനെയുള്ള ജീവിതം ചെയ്യുവാനായിട്ട് താൻ ആഗ്രഹിക്കുക മാത്രമല്ല, നിങ്ങൾ 2 കൊരിന്ത്യർ മൊത്തം വായിച്ചു നോക്ക്, തന്റെ ജീവിതം മുഴുവൻ കുരിശിന്റെ ജീവിതമായിരുന്നു, കഷ്ടതയുടെ ജീവിതമായിരുന്നു. അതുകൊണ്ട് തന്നെക്കുറിച്ചുള്ളതായ ദൗത്യം ദൈവത്തെ നിറവേറ്റുവാനായി കഴിഞ്ഞു. ഞാൻ നല്ലപോലെ പൊരുതു, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു എന്ന് പറയുവാൻ അവനിടയായി. ദൈവത്തിന് സ്തോത്രം. എന്നെയും നിങ്ങളെയും ദൈവം ഓടാനാണ് വിളിച്ചേക്കുന്നത്. ഇവിടെ ദൗത്യമില്ലാത്ത ആരുമില്ല. എല്ലാവർക്കും ദൈവം ഓരോ ദൗത്യം കൊടുത്തിട്ടുണ്ട്. അവരവരുടെ ദൗത്യം അവരവരാ മനസ്സിലാക്കേണ്ടത്. എന്താണ് ദൈവം എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം? അത് ഭൗമിക ദൗത്യവും ഉണ്ട്, ആത്മീയ ദൗത്യവും ഉണ്ട്. അത് കുടുംബത്തിലും ഉണ്ട്, സഭയിലും ഉണ്ട്, സമൂഹത്തിലും ഉണ്ട്. ദൈവത്തിന് സ്തോത്രം. ആ ദൗത്യം നമുക്ക് നിർവഹിക്കാനായിട്ട് കഴിയണം. അതാണ് യഥാർത്ഥ ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത്. ആ ദൗത്യം നമുക്ക് നിറവേറ്റണം എന്നുണ്ടെങ്കിൽ നമ്മൾ കുരിശിന്റെ വഴിയെ ജീവിക്കണം. കുരിശിന്റെ വഴിയെ ജീവിക്കുമ്പോഴാണ് ദൈവത്തിന്റെ ശക്തി നമ്മിലേക്ക് പകരുന്നത്. സ്തോത്രം. ആയതുകൊണ്ട് കുരിശിന്റെ വഴിയിൽ ഒരു ക്രിസ്ത്യാനി ജീവിക്കുമ്പോൾ ദൈവത്തിന്റെ ശക്തി പൂർണ്ണമായി അവനെ വെളിപ്പെടുക. ആ ശക്തി കുരിശിൽ വെളിപ്പെട്ട ശക്തിയാ. ഇന്നും കുരിശിൽ കൂടെ അത് വെളിപ്പെടും. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ദൈവത്തിന്റെ പൂർണ്ണ ശക്തി വെളിപ്പെടുന്നത് കുരിശിൽ കൂടാ. ക്രൂശിത ജീവിതം ഉണ്ടെങ്കിൽ മാത്രമേ അവിടെ ശക്തി വെളിപ്പെടുത്തുള്ളൂ. ദൈവത്തെ പോഷനാക്കാനായിട്ട് നമ്മൾ ആരും വിചാരിച്ചാൽ നടക്കുകയില്ല. അടുത്തത് പൗലോസ് പറയുന്നത്, ഞാൻ നിഗളിച്ചു പോകാതെ ഇരിക്കേണ്ടതിന്. അപ്പൊ ഈ കുത്താൻ ആളില്ലെന്നുണ്ടെങ്കിൽ സംഗതി മാറും. പലരും മോശമായി തീരുന്നതിന്റെ കാരണം കുത്താൻ ആളില്ലാത്തോണ്ടാ. മനസ്സിലാകുന്നുണ്ടോ പറയുന്നേ? പലരുടെയും ക്രിസ്തീയ ജീവിതം നേരെ ചൊവ്വേ പോകാത്ത എന്താണെന്ന് അറിയാമോ? കുത്താൻ ആളില്ല. ദൈവം ചിലപ്പം കുത്താറല്ല. എന്താണെന്നറിയാം? കുത്തിയാൽ ചിലപ്പോൾ ഓടിക്കളയും, ദൈവത്തിൽ നിന്ന് വീണ്ടും ഓടിക്കളയും. ഇങ്ങനെയുള്ളവരെ കുത്താൻ പാടാ. അപ്പൊ ദൈവത്തോട് അടുക്കും എന്നുള്ളവനെ ആ ദൈവം കുത്തുന്നേ. അപ്പൊ നിഗളിച്ചു പോകാനുള്ള സാധ്യത ആർക്കുണ്ട്? പൗലോസിന് പോലും ഉണ്ട്. പിന്നെ അത് നമുക്കില്ലാത്ത ഈ കഷ്ടതയും പ്രയാസവും ഒന്നും നമ്മുടെ ജീവിതത്തിൽ ഇല്ലെങ്കിൽ നമ്മൾ ഇന്ന് ഇരിക്കുന്നത് പോലെ ആയിരിക്കില്ല. നമ്മൾ ആരായിരിക്കുമെന്ന് നമുക്ക് വിഭാവനം ചെയ്യാനും നോക്കിയില്ലെങ്കിലും നമ്മൾ വേറൊരാളായിരിക്കും. നമ്മൾ ഇങ്ങനെയൊക്കെ ഒരു രീതിയിൽ ഇങ്ങനെ കൺട്രോൾഡ് ആയിട്ടിരിക്കുന്നതിന്റെ കാരണം ദൈവം പല കുരിശുകളാൽ നമ്മളെ ബന്ധിച്ചിരിക്കുന്നത് കൊണ്ടാണ്. അത് മറന്നു പോകരുത്. കാരണം ഈ കുരിശില്ലായിരുന്നെങ്കിൽ ഒരു പക്ഷേ നമ്മൾ ഇവിടെ ഇരിക്കാൻ പോലും കാണിയല്ല. ഈ കുരിശിൽ കൂടാ ദൈവം നമ്മെ നിയന്ത്രിക്കുന്നത്. അപ്പോൾ പൗലോസ് തന്നെ പറയുന്നത്, ഞാൻ നിഗളിച്ചു പോകാതെ ഇരിക്കുന്നു പറഞ്ഞാൽ എന്റെ നന്മയ്ക്ക് വേണ്ടിയാണെന്ന്. ഈ കുരിശ് ദൈവം തന്നിരിക്കുന്നത് നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയാ. നമ്മൾ നിഗളിച്ചു പോകാതിരിക്കാൻ, നമ്മൾ ദൈവ സന്നിധിയിൽ നിന്ന് അകന്നു പോകാതെ ഇരിപ്പാൻ, നാം ദൈവവചനത്തിൽ നിന്ന് അകന്നു പോകാതെ ഇരിപ്പാൻ, നാം ദൈവത്തോട് ചേർന്നിരിപ്പാൻ, പ്രാർത്ഥനയിൽ ഉറ്റിരിക്കുവാൻ, വചന ധ്യാനത്തിൽ ഉറ്റിരിക്കുവാൻ, ദൈവസ്നേഹമുള്ളവരായി തീരുവാൻ, രൂപാന്തരമുള്ളവരായി തീരുവാൻ, ദൈവാശ്രയമുള്ളവരായി തീരുവാൻ. രണ്ട് കൊരിന്ത്യർ 4:8 വരുമ്പോൾ, എങ്കിലും 7-7 വാക്യം.
പൗലോസ് പറയുന്നത് ഈ അത്യന്ത ശക്തി, ദൈവത്തിന്റെ ശക്തി, ദൈവത്തിന്റെ ശക്തി ഈ മൺപാത്രങ്ങളിലാണ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഓരോരുത്തരുടെയും ഹൃദയത്തിലാണ് ദൈവം പകർന്നിരിക്കുന്നത്. അത് ദാനമാണ്, അത് നിക്ഷേപമാണ്. ഏറ്റവും വലിയ നിക്ഷേപമാണ് അത് ലോകത്തിൽ ദൈവത്തിന്റെ ശക്തി എന്ന് പറയുന്നത്. നമുക്കത് ഗ്രഹിക്കാനുള്ള നമുക്ക് കണ്ണില്ല. നമുക്ക് എന്തെല്ലാം ഉണ്ടെങ്കിലും അതിന്റെ അപ്പുറമാ ഈ നിക്ഷേപം എന്ന് പറയുന്നത്. ഏത് നിക്ഷേപമാ? ദൈവത്തിന്റെ ശക്തിയാകുന്ന നിക്ഷേപം. ദൈവത്തിന്റെ ശക്തി എനിക്ക് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ പിന്നെ എന്തിനാ നമ്മൾ ഭയപ്പെടുന്നത്? ഏതിനെയാ നമ്മൾ ഭയപ്പെടുന്നത്? അതുകൊണ്ടാണ് പൗലോസ് ബാക്കിയെല്ലാം മൈനസായിട്ട് കണ്ടത്. ഈ അത്യന്ത ശക്തി ദൈവത്തിന്റെ ദാനമാണ്, മൺപാത്രത്തിലാണ്. സകലവിധ കഷ്ടം സഹിക്കുന്നവരെങ്കിലും ഇഴുകിയിരിക്കുന്നില്ല. പൗലോസ് പറയുന്നത് ഈ ശക്തി എന്നിൽ ഉണ്ടായതുകൊണ്ട് എനിക്ക് എന്തെല്ലാം കഷ്ടങ്ങൾ വന്നാലും അതുകൊണ്ടൊന്നും എന്നെ ഒടുക്കിക്കളയാനായിട്ട് സാധിക്കത്തില്ല. വഴക്കുണ്ടാക്കാനായിട്ടോ പരദൂഷണം പറയാനായിട്ടോ മറ്റുള്ളവരെ കുറ്റം പറയാനായിട്ടോ എനിക്ക് ഇന്നത് വന്നു ഇന്നാരും കൊണ്ടാ, അല്ലെങ്കിൽ ഇതിന്റെ പുറകിൽ ഇന്നാരാണ് പ്രവർത്തിക്കുന്നത്, ഇങ്ങനെയുള്ളതായ ഫാൾസ് അലിഗേഷൻസ്. അങ്ങനെയല്ലായിരുന്നു പൗലോസ്. തനിക്ക് ഒരു ഇടുക്കമില്ലായിരുന്നു. അതിന്റെ കാരണം തനിക്കൊരു വിശാല മനസ്സുണ്ടായിരുന്നു. തന്റെ ജീവിതത്തിൽ കഷ്ടം വരുമ്പോൾ താൻ അതിൽ സന്തോഷിച്ചു. കാരണം ഇതിൽ ദൈവത്തിനൊരു ഉദ്ദേശമുണ്ട്. അതിന് ചിലരൊക്കെ കാരണക്കാരായി തീർന്നെങ്കിലും ഇതിന്റെ പിറകിൽ പ്രവർത്തിക്കുന്ന കരം വേറെയാണ്, ദൈവമാണ്. ദൈവമാണ് ആ ശത്രുവിനെ പോലെ നിയന്ത്രിക്കുന്നത്. എനിക്കെതിരെ ഒരു പ്രശ്നം ഉണ്ടാക്കാൻ ഒരുവന് പ്രേരണ കിട്ടുന്നെങ്കിൽ അത് ദൈവത്തിന്റെ പെർമിഷനോട് കൂടെയാ. അത് കാണാനുള്ളതായ കണ്ണ് പൗലോസിനുണ്ടായിരുന്നു. പൗലോസ് പറയുന്നത് കഷ്ടം, സകലവിധ കഷ്ടത്തിലും സഹിക്കുന്നവർ ഇടുങ്ങിയിരിക്കുന്നില്ല, ബുദ്ധിമുട്ടുന്നവരെങ്കിലും നിരാശപ്പെടുന്നില്ല. യാതൊരു നിരാശയുമില്ല. എന്തെല്ലാം സംഭവിച്ചാലും നമുക്ക് സത്യത്തിൽ പൗലോസിനെ ഒന്ന് റീഡ് ചെയ്യാൻ ഒക്കുന്നുണ്ടോ? ഒന്ന് മനസ്സിലാക്കാൻ ഒക്കുന്നുണ്ടോ? യാതൊരു ഇടുക്കവുമില്ല പുള്ളിയുടെ മനസ്സിന്. എന്തെല്ലാം സംഭവിച്ചാലും, പ്രതികൂലങ്ങൾ സംഭവിച്ചാലും, ഇല്ലായ്മകൾ വന്ന ഒരു ഇടുക്കവുമില്ല. മനസ്സ് വിശാലമാണ്. 2, ബുദ്ധിമുട്ട് ധാരാളം ഉണ്ടെങ്കിലും ഒരു നിരാശയില്ല. എനിക്കിങ്ങനെ സംഭവിച്ചു പോയല്ലോ എന്നുള്ളതായ യാതൊരു നിരാശയും പുള്ളിക്കില്ല. ഉപദ്രവം അനുഭവിക്കുന്നെങ്കിലും ഉപേക്ഷിക്കപ്പെടുന്നില്ല. എന്ത് ചെയ്യുന്നില്ല? ഉപേക്ഷിക്കപ്പെടുന്നില്ല. എന്ന് പറഞ്ഞാൽ ദൈവം അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ട്. ദൈവത്തിന്റെ ശക്തി തന്നിലുണ്ട്. ദൈവത്തിന്റെ കരം തന്നോടുകൂടെ ഉണ്ട്. ആയതുകൊണ്ട് താൻ ഉപേക്ഷിക്കപ്പെടുന്നില്ല. വീണ് കിടക്കുന്നവരെങ്കിലും താൻ നശിച്ചു പോകുന്നില്ല. നമ്മളെ നശിപ്പിക്കാനായിട്ട് ഈ ലോകത്ത് ഒരു ശക്തിക്കും സാധ്യമല്ല. സ്തോത്രം. നമ്മളെ തള്ളിയിടാം. പക്ഷേ നമ്മൾ നശിച്ചു പോകണമെങ്കിൽ ദൈവം തീരുമാനിക്കണം. ദൈവം വെച്ചിരിക്കുന്നതായ സമയം വരെയും നമുക്ക് എന്ത് സംഭവിച്ചാലും നമുക്കൊന്നും സംഭവിക്കത്തില്ല. നമുക്ക് എന്ത് സംഭവിച്ചാലും ഒന്നും സംഭവിക്കത്തില്ല. ദൈവത്തിന്റെ സമയം തീരുന്നത് വരെയും ദൈവത്തിന്റെ കരം നമ്മളോട് കൂടെ ഉണ്ടായിരിക്കും. അടുത്തത് യേശുവിന്റെ ജീവൻ. മറന്നുപോകരുത്. 3-ാമത്തെ കാര്യം, യേശുവിന്റെ ജീവൻ ഞങ്ങളുടെ ശരീരത്തിൽ വെളിപ്പെടേണ്ടതിന് യേശുവിന്റെ മരണം ഞങ്ങൾ എപ്പോഴും ഞങ്ങളുടെ ശരീരത്തിൽ വഹിക്കുന്നു. അപ്പൊ എന്താ മനസ്സിലായി? ജീവൻ വേണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം? കുരിശ് വേണം, മരണം വേണം. കുരിശില്ലെങ്കിൽ യേശുവിന്റെ ജീവൻ എന്നിലും നിങ്ങളിലും ഇല്ല. കുരിശിനോടുള്ളതായ മനോഭാവം ശരിയല്ലെങ്കിൽ യേശു ക്രിസ്തുവിന്റെ ജീവൻ എന്നിലും നിങ്ങളിലും ഇല്ല. യേശുവിന്റെ ജീവനിൽ എന്ന് പറഞ്ഞാൽ യേശു ഇല്ലെന്ന അർത്ഥം. യേശു ഇല്ലെന്ന അർത്ഥം. യേശു എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ വേണമെന്നുണ്ടെങ്കിൽ ഈ കഷ്ടങ്ങളും ഭാരങ്ങളും നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ നമ്മുടെ മനോഭാവം, ദൈവത്തോടുള്ള മനോഭാവം, വചനത്തോടുള്ള മനോഭാവം, ക്രിസ്തുവിനോടുള്ള മനോഭാവം അത് പോസിറ്റീവായിരിക്കണം. അത് ഇടുക്കമുള്ളാകാൻ പാടില്ല.
അല്ലെങ്കിൽ അത് മറ്റുള്ളവരെ പഴിചാരുന്ന ഒരു അനുഭവമാകാൻ പാടില്ല. നാം ദൈവത്തോട് കൂടുതൽ കൂടുതൽ അടുക്കുന്നതിന് ഒരു മുഖാന്തരമായി അത് തീരണം. നമ്മെ തന്നെ ഡിസിപ്ലിൻഡ് ആക്കുന്ന അനുഭവം ഉണ്ടാകണം. ഉപേക്ഷിക്കേണ്ടതിനെ ഉപേക്ഷിക്കുന്ന അനുഭവം ഉണ്ടാകണം. അപ്പോഴാണ് യേശുക്രിസ്തുവിന്റെ ജീവൻ, യേശുക്രിസ്തു എന്നിലും നിങ്ങളിൽ ഒരുപാട് വാക്യങ്ങൾ ഇതിനോട് ചേർന്ന് പറയാനുണ്ട്, ഞാൻ പറയുന്നില്ല. എഫെസ്യ ലേഖനത്തിലെല്ലാം നമ്മൾ കാണുന്നുണ്ടത്. നിങ്ങളുടെ അകത്തെ മനുഷ്യൻ പുഷ്ടി ശക്തിയോടെ ബലപ്പെടണം. അപ്പോൾ കഷ്ടതയുടെ ജീവിതത്തിൽ, കുരിശിന്റെ ജീവിതത്തിൽ, പ്രതികൂലങ്ങളുടെ ജീവിതത്തിൽ ഒരു ക്രിസ്ത്യാനിയായിട്ട് നമ്മൾ ജീവിക്കേണ്ടി വരുമ്പോൾ ദൈവത്തോട് നമ്മൾ കൂടുതൽ അടുക്കുന്നവരായി തീരുന്നെങ്കിൽ, പ്രാർത്ഥനാ ജീവിതം വർദ്ധിക്കുന്നവരായി തീരുന്നെങ്കിൽ, വചന ധ്യാനത്തിൽ നമ്മൾ മുന്നോട്ട് വരുന്നവരാണെങ്കിൽ, യേശു ക്രിസ്തുവിന്റെ ജീവൻ എന്നിലും നിങ്ങളിലും വ്യാപരിക്കും. അത് പ്രോസ്പെരിറ്റി തിയോളജി കൂടെ അല്ല കേട്ടോ. പ്രോസ്പെരിറ്റി തിയോളജിയെ പോലുള്ള ഒരു ദുരുപദേശമാണ് ഹൈപ്പർഗ്രേസ്. ഹൈപ്പർഗ്രേസ് എന്ന് പറഞ്ഞാൽ എല്ലാം കൃപ. എല്ലാം കൃപ എന്ന് പറഞ്ഞാൽ നെഗറ്റീവായിട്ടൊന്നുമില്ല. ന്യായവിധിയില്ല, ശിക്ഷാവിധിയില്ല, രോഗങ്ങളില്ല, ദുഃഖങ്ങളില്ല, എല്ലാം പോയി. പഴയ നിയമത്തിലെ ദൈവത്തെ പോലും പഴിച്ചു പറയുക. പഴയ നിയമത്തിലെ ദൈവം വേറെ ആരാണ്ടാന്നാ പറയുന്നത്. ആദ്യമ നൂറ്റാണ്ടിലേ ഉണ്ടായിരുന്നു ഇങ്ങനെയുള്ള ദുരിതകഷ്ടക്കന്മാർ. അതിലൊരു വില്ലനാണെന്നുണ്ടെങ്കിൽ പഴയ നിയമത്തെ എല്ലാം മാറ്റി. പഴയ നിയമത്തെക്കുറിച്ച് പുതിയ നിയമത്തെ എവിടെല്ലാം പറയുന്നുണ്ടോ അതും മാറ്റി. പഴയ നിയമത്തിൽ ദൈവത്തെക്കുറിച്ച് എവിടെല്ലാം അതും മാറ്റി, എല്ലാം മാറ്റി പുതിയൊരു ബൈബിൾ ഉണ്ടാക്കി. പഴയ നിയമത്തിൽ ദൈവം വലിയ ക്രൂരനും ദുഷ്ടനും ഒക്കെ, അവനെ വേണ്ട നമുക്ക്. പുതിയ നിയമത്തിലെ ദൈവം മതി. ദൈവമക്കളെ വഞ്ചിക്കപ്പെട്ടു പോകരുത്. പഴയ നിയമത്തിൽ ഒരു ദൈവവും പുതിയ നിയമത്തിൽ വേറൊരു ദൈവവും ഇല്ല. പഴയ നിയമത്തിൽ വെളിപ്പെട്ട അതേ ദൈവമാ പുതിയ നിയമത്തിലും വെളിപ്പെടുന്നത്. പൗലോസ് പറയുന്നവൻ ദഹിപ്പിക്കുന്ന അഗ്നിയല്ലോ, അവനെ ഭയപ്പെടുവീൻ, അവന്റെ വചനത്തിൽ വിറയ്ക്കുവീൻ. പഴയ നിയമം വേണ്ടാന്ന് പറയുന്ന പാർട്ടികളുമുണ്ട്. ദൈവജനം അതിൻ്റെ അടുക്കും ചിട്ടയെ അനുസരിച്ച് പഠിക്കാത്തതുകൊണ്ടും മനസ്സിലാക്കാത്തത് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ പ്രസംഗിക്കുന്നത്. ഇവിടെ നമ്മൾ വായിച്ചു, ശരീരത്തിൽ എപ്പോഴും ഞങ്ങളുടെ മർത്യ ശരീരത്തിൽ പരന്താം വാക്യം 4:11 വെളിപ്പെടേണ്ടതിന് ജീവിച്ചിരിക്കുന്ന ഞങ്ങൾ എല്ലായ്പ്പോഴും യേശു നിമിത്തം മരണത്തിൽ ഏൽപ്പിക്കപ്പെടുന്നു. അങ്ങനെ ഞങ്ങളിൽ മരണവും നിങ്ങളിൽ ജീവനും വ്യാപരിക്കുന്നു. അപ്പോൾ യേശു ക്രിസ്തുവിന്റെ ജീവൻ നമ്മളിൽ വ്യാപരിക്കണമെങ്കിൽ, ദൈവത്തിന്റെ ശക്തി നമ്മൾ വെളിപ്പെടണമെങ്കിൽ, ക്രിസ്തീയ ജീവിതത്തിൽ നമുക്ക് രൂപാന്തരം ഉണ്ടാകണമെങ്കിൽ, നാം ദൈവവചനത്തെ സ്നേഹിക്കുന്നവരും കുരിശിന്റെ വഴിയെ ജീവിപ്പാൻ ആഗ്രഹിക്കുന്നവരും കഷ്ടതകളിൽ ദൈവത്തോട് അടുത്തു വരുന്നവരും ആയിരിക്കാൻ നമുക്ക് ഉത്സാഹിക്കാം. ഞാൻ വേഗം നിർക്കാം. 12-ാം അധ്യായത്തിന്റെ നമ്മൾ വായിച്ച 9-ാമത്തെ വാക്യം, എൻ്റെ കൃപ നിനക്ക് മതി. എൻ്റെ കൃപ നിനക്ക് മതി, എൻ്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരുന്നു. എന്താണ് ഈ ദൈവകൃപ? ദൈവകൃപ എന്ന് പറയുമ്പോൾ നമ്മളൊക്കെ ധരിച്ചിരിക്കല്ല, നമ്മൾ ശരിയായിട്ടാണ് ധരിച്ചിരിക്കുന്നത്. നമുക്ക് അർഹതയില്ലാത്തതെല്ലാം നമ്മളിൽ നിന്ന് പകരുന്നതാണ് കൃപയെന്ന് നമ്മൾ ധരിച്ചിരിക്കുന്നത്. ശരിയാ. കൃപയെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ സാധാരണ കൃപയുണ്ട്. അതായത് ദൈവം എല്ലാവരോടും കൃപയുള്ളവനാ. സകലരെയും സൃഷ്ടിക്കുകയും സകലരെയും സംരക്ഷിക്കുകയും ഫീഡ് ചെയ്യുകയും എല്ലാം ചെയ്യുന്ന ദൈവമാണ്. ആ കോമൺ ഗ്രേസ് എല്ലാവർക്കും അവൈലബിളാണ്. എന്നാൽ യേശു ക്രിസ്തുവിൻ്റെ ക്രൂശിലാണ് രക്ഷണ്യ ദൈവകൃപ വെളിപ്പെടുന്നത്. രക്ഷണ്യ ദൈവകൃപ എന്ന് പറഞ്ഞാൽ കുരിശില്ലായിരുന്നെങ്കിൽ ഒരുത്തനും രക്ഷിക്കപ്പെടത്തില്ലായിരുന്നു. പഴയ നിയമത്തിൽ രക്ഷിക്കപ്പെടത്തില്ല, പുതിയ നിയമത്തിൽ രക്ഷിക്കപ്പെടത്തില്ല.
കാൽവറി ക്രൂശിൽ യേശുവിൻ്റെ മരണമാണ് എൻ്റെയും നിങ്ങളുടെയും രക്ഷ, നീതീകരണം, വീണ്ടും ജനനം സാധ്യമാക്കിക്കൊണ്ട് ദൈവത്തിൻ്റെ പ്രത്യേക കൃപ വെളിപ്പെട്ടത്. സ്തോത്രം, സ്തോത്രം. അപ്പോൾ സാധാരണ കൃപ, രക്ഷണ്യ കൃപ, മൂന്നാമതൊരു കൃപയും കൂടെ ഉണ്ട്. ആ കൃപയാണ് സഫിഷ്യന്റ് ഗ്രേസ്, അല്ലെങ്കിൽ മതിയായ കൃപ എന്ന് പറയുന്നത്. മതിയായ കൃപ എന്ന് പറഞ്ഞാൽ അത് ദൈവത്തിൻ്റെ ശക്തി തന്നെ. പൗലോസ് ഇവിടെ പറയുന്നുണ്ട്, എൻ്റെ കൃപ നിനക്ക് മതി, എൻ്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരുന്നു എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ മതിയായ കൃപ എന്ന് പറയുന്നത് എനിക്കും നിങ്ങൾക്കും ഈ ലോകത്ത് എല്ലാ പ്രതികൂലങ്ങളെയും തരണം ചെയ്ത് വിജയാളിയായി, വിജയമുള്ളവനായി ജീവിപ്പാൻ ദൈവം ദിവസം തോറും നിമിഷത്തോറും എൻ്റെ നിങ്ങളുടെ ജീവിതത്തിൽ പകർന്നുകൊണ്ടേയിരിക്കുന്ന ദൈവശക്തി. മനസ്സിലാകുന്ന ഞാൻ പറയുന്നേ? ഈ മതിയായ കൃപയെന്ന് പറഞ്ഞാൽ ദൈവശക്തി തന്നെ. അത് കുരിശിൽ വെളിപ്പെട്ട ശക്തിയാ. അത് ആരില്ല വെളിപ്പെടുന്നത്? കുരിശിന്റെ വഴിയിൽ ജീവിക്കുന്നവനല്ല വെളിപ്പെടുന്നത്, ദൈവത്തോട് സഹകരിക്കുന്നവനല്ല വെളിപ്പെടുന്നത്, ദൈവത്തോട് അടുക്കുന്നവനാ വെളിപ്പെടുന്നത്. ദൈവവചനത്തോട് സഹകരിക്കുകയും പഠിക്കുകയും അതനുസരിച്ച് ജീവിക്കുകയും ചെയ്യുന്നവനോടാണ് അത് വെളിപ്പെടുന്നത്. പണ്ടൊക്കെ നമ്മുടെ അമ്മച്ചിമാര് എന്തോ സംഭവിച്ചാലും കൃപ 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 എന്ന് പറയും. ഇപ്പൊ പറയുന്നവരാരും ഇല്ല, അതൊക്കെ പോയി. പണ്ട് ഓർമ്മയുള്ള പ്രായമുള്ളവർക്കൊക്കെ അറിയാം, ലൂക്കോച്ചനെ പോലുള്ളവർക്ക് അറിയാം, എന്താ പറഞ്ഞാലും ഒരു ഇടി വെട്ടിയാലും കൃപ. ദൈവശാസ്ത്രപരമായ വളരെ അർത്ഥമുള്ളൊരു വാക്കാത്. എന്താ അവർ പറയുന്നതെന്ന് അറിയാം? എനിക്കും നിങ്ങൾക്കും ദിനംതോറും ലഭിക്കേണ്ട ഒരു ദൈവശക്തിയുണ്ട്. അതില്ലെങ്കിൽ നമുക്ക് ജീവിക്കാൻ പാടാ. ആ ദൈവശക്തിക്ക് പറയുന്ന പേരാ കൃപയെന്ന്. സഫിഷ്യന്റ് ഗ്രേസ്, മതിയായ കൃപയെന്ന് പറഞ്ഞാൽ അത് ദൈവശക്തിയാ. എൻ്റെ അവസാന പോയിന്റോടെ പറഞ്ഞ് ഞാൻ നിർത്താം. എൻ്റെ മേൽ ആവശ്യിക്കേണ്ട ഞാൻ അതിസന്തോഷത്തോടെ എൻ്റെ ബലഹീനതയിൽ പ്രശംസിക്കും. അതുകൊണ്ട് ഞാൻ ക്രിസ്തുവിന് വേണ്ടി ബലഹീനത, കയ്യേറ്റം, ബുദ്ധിമുട്ട്, ഉപദ്രവം, ഞെരുക്കം എന്നിവ സഹിപ്പാൻ ഇഷ്ടപ്പെടുന്നു. ബലഹീനനായിരിക്കുമ്പോൾ തന്നെ ഞാൻ ശക്തനാകുന്നു. നിങ്ങൾക്ക് പറഞ്ഞു മനസ്സിലാകുന്നുണ്ടോ? എന്ന് പറഞ്ഞാൽ എൻ്റെയും നിങ്ങളുടെയും സഹകരണമില്ലാതെ ഈ കൃപ കിട്ടത്തില്ല. ഈ ദൈവശക്തി ഉണ്ടല്ലോ, ഏത് ദൈവശക്തി? ദൈനംദിന ജീവിതത്തിൽ അപ്പപ്പോൾ ആവശ്യമാകുന്ന ദൈവശക്തി. അത് നമുക്ക് ലഭിക്കണമെങ്കിൽ നാം ദൈവത്തോട് സഹകരിക്കുന്നവരാകണം. കോഓപ്പറേഷൻ. എങ്ങനെ സഹകരിക്കും? കഷ്ടങ്ങൾ വന്നാലും, ഭാരങ്ങൾ വന്നാലും, ദുഃഖങ്ങൾ വന്നാലും എന്തോ വന്നുകൊള്ളട്ടെ, ഈ ലോകത്തിലെ യാതൊരു ശക്തിക്കും എന്നെ ക്രിസ്തുവിൽ നിന്ന് അകറ്റുവാനായി സാധ്യമല്ല. ഞാൻ ദൈവത്തിന് വേണ്ടി നിൽക്കുന്നവനാണ്, ദൈവവചനത്തിന് വേണ്ടി നിൽക്കുന്നവനാണ്, സത്യസുവിശേഷത്തിന് വേണ്ടി നിൽക്കുന്നവനാണ്, സത്യ ആത്മാവിനെ പ്രാപിക്കുന്നവനാണ്. ഉപദേശത്തിന്റെ ഓരോ കാറ്റ് കേട്ടോണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നവരെ കുറിച്ചല്ല പറയുന്നത്. ആരെങ്കിലും രണ്ട് ദൂത് പറഞ്ഞെന്ന് വിചാരിച്ച് അവരുടെ മുമ്പിൽ ചെന്ന് കവിണ് വീടുന്നവരെ കുറിച്ചുമല്ല പറയുന്നേ. ദൈവമക്കൾ വിവേകം പ്രാപിച്ചവരായിരിക്കണം, ദൈവവചനത്തിന്റെ സത്യം അറിഞ്ഞവരായിരിക്കണം, എന്താണ് ക്രിസ്തീയ ജീവിതം എന്ന് മനസ്സിലാക്കിയവരായിരിക്കണം. ദൈവത്തോട് സഹകരിക്കുമ്പോൾ മാത്രമേ, നമ്മുടെ ജീവിതാവസ്ഥകളിൽ ദൈവത്തോട് സഹകരിക്കുമ്പോൾ മാത്രമേ, ദൈവത്തോട് അടുത്ത് ചെല്ലുന്നെങ്കിൽ മാത്രമേ, നമ്മളെ തന്നെ താഴ്ത്തുന്നെങ്കിൽ മാത്രമേ ഈ കൃപ വെളിപ്പെടുകയുള്ളൂ. പൗലോസ് എന്താണ് പറയുന്നത്? ഞാൻ ബലഹീനനായിരിക്കുമ്പോൾ തന്നെ ഞാൻ ശക്തനാകുന്നു. പൗലോസ് പറയും, ഞാൻ ശക്തനെന്നാ, ഞാൻ ആകുന്നത് കൃപയാലാകുന്നു. ഞാൻ മറ്റെല്ലാവരേക്കാളും അധ്വാനിച്ചിരിക്കുന്നു.
അത് ഞാനല്ല, എന്നോടുള്ള ദൈവ കൃപയത്രേ, അഥവാ ദൈവത്തിന്റെ ശക്തിയത്രേ. എന്തുകൊണ്ട്? ഞാൻ ദൈവത്തോട് സഹകരിക്കുന്നവനായിരുന്നു. ഞാൻ പ്രതികൂലങ്ങളെ വെറുക്കുന്നവനല്ല, കഷ്ടങ്ങളെ വെറുക്കുന്നവനല്ല, ഞാൻ സഭയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നവനല്ല, സഭയെ നശിപ്പിക്കുന്നവനല്ല. ആയതുകൊണ്ട് ഞാൻ ബലഹീനതകളിൽ ഇരിക്കുവാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞാൽ ഈ കുരിശിനെ ചുമക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. 3 കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. ദൈവത്തിന്റെ ശക്തി വെളിപ്പെട്ടത് കാൽവരി ക്രൂശിലാണ്. അവൻ ജയോത്സവം കൊണ്ടാടിയത് കാൽവരി ക്രൂശിലാണ്. അവനിന് ശത്രുക്കളൊന്നുമില്ല. എല്ലാ ശത്രുക്കളെയും ദൈവം പരാജയപ്പെടുത്തി. കുരിശിലാ ദൈവശക്തി വെളിപ്പെടുത്തി. ഇനി എനിക്കും നിങ്ങൾക്കും അത് അനുഭവിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ക്രൂശിത ജീവിതം നയിക്കുന്നവരായിരിക്കണം. എന്ന് പറഞ്ഞാൽ അവൻ്റെ ക്രൂശ് എടുത്തുകൊണ്ട് അവനെ അനുഗമിക്കണം. ആ ഒരു മനോഭാവം എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ഇല്ല എങ്കിൽ നമുക്ക് ശക്തി പ്രാപിക്കാൻ കഴിയുകയില്ല. നമുക്ക് വിജയം പ്രാപിപ്പാൻ കഴിയുകയില്ല. ക്രിസ്തീയ ജീവിതത്തിൽ നമുക്ക് മാതൃകയാകുവാൻ കഴിയുകയില്ല. നമ്മളുടെ ദൗത്യം നിർവഹിപ്പാൻ, പൂർത്തീകരിപ്പാൻ നമുക്ക് കഴിയുകയില്ല. 3-ാമത് ഞാൻ പറഞ്ഞത്, ഈ ശക്തി വെളിപ്പെടുന്നത്, ഈ മതിയായ കൃപ വെളിപ്പെടുന്നത് നാം ദൈവത്തോട് സഹകരിക്കുമ്പോഴാണ്. ജീവിതത്തിൽ എന്തെല്ലാം വന്നാലും, ഏതെല്ലാം വന്നാലും, എന്റെ ദൈവം അറിയാതെ എന്റെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കുന്നില്ല. അതല്ല, എന്ത് സംഭവിച്ചാലും ദൈവത്തിന്റെ ഹിതമാണ്. ഞാൻ അതിന്റെ മുമ്പിൽ എന്നെ തന്നെ സമർപ്പിക്കുന്നു, നമിക്കുന്നു എന്നൊരു ക്രിസ്ത്യാനിക്ക് പറയുവാൻ കഴിയുന്നുണ്ടെങ്കിൽ അതാണ് യഥാർത്ഥ മനോഭാവം. ഈ വചനങ്ങളാൽ ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ എന്ന്